भारत माता की भारत माता की भारत माता की ഈ യുഗം യുദ്ധത്തിന്റേതല്ല എന്ന് വ്ളാഡിമിർ പുടിനോട് മുമ്പൊരിക്കൽ മോദി പറഞ്ഞിരുന്നു. ഇന്ന് അദ്ദേഹം ഈ യുഗം ഭീകരവാദത്തിന്റേതുമല്ല എന്ന് കൂട്ടിച്ചേർത്തു. ആക്രമണത്തിന്റെയും വെടിനിർത്തലിന്റെയും ന്യായീകരണത്തിന് ആ വാക്കുകൾ ധാരാളം. ഘോര നിരാശയിൽ നിന്നാണ് പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അതിർത്തി കടക്കാൻ കഴിയാത്ത പാഴ്ശ്രമങ്ങൾക്ക് ഭാരതം പാകിസ്ഥാന്റെ തിരുനെറ്റിയിൽ തന്നെ സിന്ദൂരം ചാർത്തി. ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും ശക്തമായ ആയുധം മിസൈലുകളും ആണവ പോർമുനകളൊന്നുമല്ല, ഗുണവീര്യങ്ങളുടെ വിഗ്രഹമായ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന മനുഷ്യനാണെന്ന് ഇന്ന് ലോകത്തിന് ബോധ്യമായിട്ടുണ്ടാകും. ഇന്ത്യയുടെ ആവനാഴിയിൽ മോദി ഉള്ളിടത്തോളം കാലം ആർക്കും ജയിക്കാനാവാത്ത ശക്തിയായി ഇന്ത്യ തുടരുക തന്നെ ചെയ്യും. മോദി ഇന്ന് ഇന്ത്യയോടല്ല ലോകത്തോടാണ് സംസാരിച്ചത്. ആക്രമണങ്ങളിലെ കണിശത മോദിയുടെ വാക്കുകളിലും കാണിച്ചു. മിതവും സാരമായ വാക്കുകൾ, എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി. കണ്ണീരിനാണ് ആദ്യം മറുപടി പറഞ്ഞത്. കരഞ്ഞവിടെ കാക്കൽ വിജയം കാണിക്കയായി അർപ്പിച്ചു. കരുത്തു കാട്ടിയ സൈന്യത്തിന് നന്ദി പറഞ്ഞു. പൂർത്തിയാക്കിയ വാഗ്ദാനത്തിൽ അഭിമാനിച്ചു. ഭാരതത്തിന്റെ ആക്രമണ വീര്യം മേക്ക് ഇൻ ഇന്ത്യയുടെ വൈഭവമാണ്. വികസിത ഭാരതം സ്വപ്നം കാണുന്ന ആ കണ്ണുകൾ ലോക ആയുധ വിപണിയിലേക്കായിരിക്കണം നോക്കിയത്. ഇരുമ്പ് പഴുത്തിരിക്കുമ്പോഴാണ് അടിച്ചു പരത്തേണ്ടതെന്ന് മോദിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. കഥയറിയാതെ ആട്ടം കാണുന്ന പ്രതിപക്ഷത്തോട് വിഭീഷണൻ ചോദിച്ചതേ ആർക്കും ചോദിക്കുവാനുണ്ടാകൂ. കുരങ്ങന്മാർക്ക് എന്തറിഞ്ഞു വിഭോ. ഒരാണവ ഭീഷണിയും ഇന്ത്യ വകവെക്കുന്നില്ല. മോദിയുടെ വാക്കുകൾ സത്യത്തിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തു. ഒരു ചെവിയിലേക്ക് മാത്രമായി പറഞ്ഞതല്ല ആ വാക്കുകൾ. എല്ലാത്തിനുമുപരി പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമായി മാത്രം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളവും രക്തവും ഇനി ഒരുമിച്ചൊഴുകില്ല. അതിനാൽ നയതന്ത്ര ഭാഷണങ്ങളും വ്യാപാരവും റദ്ദു ചെയ്യപ്പെട്ടു. കരാറുകളിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, ചില കരാറുകൾ റദ്ദു ചെയ്യപ്പെടുന്നതും ശക്തിയുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തിന്റെ കരുത്താണ്. മോദി കരുത്തനാണ്. പൂർണ്ണ വിരാമമില്ലാത്ത ഒരു യുദ്ധഭീഷണി പാകിസ്ഥാന്റെ തലയ്ക്ക് മുകളിൽ നിർത്തിയിട്ടാണ് ബുദ്ധ പൗർണമിയെ സ്മരിച്ചുകൊണ്ട് മോദി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ശാന്തിക്കായി ഇന്ത്യ ശക്തിയുടെ മാർഗം സ്വീകരിച്ചു. നമ്മുടെ യുദ്ധം ധർമ്മയുദ്ധമാക്കാൻ മോദിയുടെ ആ വാക്കുകൾ മാത്രം മതി. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രഹരശേഷി കൂടിയ ആയുധം ശ്രീ നരേന്ദ്രമോദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്.